ഏവർക്കും എൻ്റെ വിനീത നമസ്കാരം. കൗളശക്തി സാധന എന്ന എൻ്റെ ഈ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ അധ്യായത്തിൽ ഒരു പുരുഷവശത്തെക്കുറിച്ചാണ് പറയുന്നത്. സ്നേഹിക്കുന്ന പുരുഷൻ നമ്മളെ വിട്ടു പോയാലും മറ്റ് സ്ത്രീകളോട് അടുപ്പം കാണിച്ചാലും അവരെ നമ്മുടെ പരിധിക്ക് നിർത്താൻ ഉതകുന്ന കൈവിഷ വിഭാഗത്തിൽ വരുന്ന ഒരു പ്രയോഗമാണിത്. പണ്ട് കാലത്ത് വളരെ വ്യാപകമായി ചെയ്തിരുന്ന ഒരു പ്രയോഗവിധിയാണിത്. കൂടെ താമസിക്കുന്ന ഏതൊരു പുരുഷനും വളരെ എളുപ്പത്തിൽ സ്ത്രീയുടെ പരിധിയിലാക്കുന്ന പ്രയോഗവിധിയാണിത്. ഇതൊരിക്കലും ദുരുപയോഗം ചെയ്യാൻ പാടില്ല. ഇനി ഇതിനാവശ്യമായ സാധനങ്ങൾ പറയാം. വാഴയില 1, പഞ്ചസാര ആവശ്യത്തിന്, ഇരട്ടി മധുരം 3 നുള്ള്, ചെറുനാരങ്ങ 1, നിലവിളക്ക് 1, വെളുത്ത പുഷ്പം 1. ഇനി ഇതിൻ്റെ പ്രയോഗവിധി പറയാം. വൃത്തിയുള്ള ഒരു സ്ഥലത്ത് വടക്കോട്ട് നോക്കിയിരിക്കണം. നിലവിളക്ക് മുമ്പിൽ 5 തിരിയിട്ട് വെച്ച് കത്തിക്കുക. വാഴയില മുമ്പിൽ വെച്ച് അതിൽ ആരെയാണോ വശീകരിക്കേണ്ടത് ആളുടെ പേരും നാളും സാധ്യവും വലത് കൈ ചൂണ്ടുവിരൽ കൊണ്ട് ഇലയിൽ എഴുതുക. അവിടെ ആവശ്യത്തിനുള്ള പഞ്ചസാര ഇടുക. അതിന് മുകളിൽ ചെറുനാരങ്ങ വെച്ച് അതിന് മുകളിൽ ഇരട്ടി മധുരപ്പൊടി ഇടുക. അതിന് മുകളിൽ വെളുത്ത പുഷ്പം വെച്ച് പഞ്ചസാരയിൽ തൊട്ട് ഈ മന്ത്രങ്ങൾ ജപിക്കുക. ഓം ക്ലീം ശ്രീം. ഈ മന്ത്രം 108 തവണ ജപിക്കുക. അതിനുശേഷം ഓം ഹ്രീം യോഗിനി യോഗിനി യോഗേശ്വരി യോഗഭയങ്കരി സകല സ്ഥാവര ജംഗമസ്യ മുഖഹൃദയം മമവശം ആകർഷ്യ സ്വാഹ. ഈ മന്ത്രം 16 തവണ ജപിക്കുക. അതിനുശേഷം ഓം ക്ലീം കാമദേവായ സർവജനപ്രിയായ സർവജന സമ്മോഹനായ ജ്വല പ്രജ്വല സർവജനസ്യ മുഖഹൃദയം ആകർഷ്യ സ്വാഹ. ഈ മന്ത്രം 21 തവണ ജപിക്കുക. നല്ലവണ്ണം കാര്യസാധ്യം പ്രാർത്ഥിച്ച് പഞ്ചസാര ഒരു പാത്രത്തിലേക്ക് മാറ്റി ചെറുനാരങ്ങയും പുഷ്പവും കിടപ്പുമുറിയിൽ വെക്കുക. പഞ്ചസാര 21 ദിവസം മുടങ്ങാതെ ആരെയാണോ വശീകരിക്കേണ്ടത് ആ ആൾക്ക് ചായയിലോ മറ്റെന്ത് പാനീയത്തിലോ കലക്കി കൊടുക്കാവുന്നതാണ്. 48 ദിവസത്തിനകം ഇതിൻ്റെ ഫലം